ഹലോ ഫ്രണ്ട്സ്, ഇത് അയർലൻഡിലെ ഒരു വീക്കെൻഡ് ഡേ ആണ്. അപ്പോൾ രാവിലെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പം ഞങ്ങളുടെ ആ റെസിഡൻഷ്യൽ ഏരിയയുടെ ഒരു വ്യൂ ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിലെ ഒരു വില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം മുമ്പോട്ട് നടന്നാൽ അവിടെയാണ് ഞങ്ങളുടെ ബസ് സ്റ്റേഷൻ. അപ്പം എനിക്ക് തോന്നി ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന്. നല്ല ചെറിയൊരു കാറ്റും പിന്നെ ഇലയൊക്കെ കൊഴിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ആ നടന്ന് ചെല്ലുമ്പോൾ ഒരു മനുഷ്യനതിൽ പോകുന്നത് കണ്ടില്ലേ, അവിടെയാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ബസ്സിൽ ഞങ്ങൾ കയറി. അപ്പോൾ ആ കാണിക്കുന്ന മെഷീനിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം ഒരു വീഡിയോയിൽ. ഇതിപ്പോൾ ബസ്സിലിറങ്ങിയിട്ട് ഞങ്ങളിവിടെ ഒരു സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വന്നിറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ഷോപ്പിംഗ് സെൻറ്ററുകളും മാളുകളും ഒക്കെ ഉണ്ട്. അവിടെ പോയി പർച്ചേസിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് കോസ്റ്റ കോഫിയുടെ അവിടെ എത്തി. പക്ഷേ കാപ്പി കുടിച്ചില്ല, ഭയങ്കര വിലയാണ്, അതുകൊണ്ട് കുടിച്ചില്ല. പിന്നെ ഇത് സിറ്റി സ്ക്വയർ എന്ന് പറയും. അപ്പോൾ അവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ അവിടെ വന്ന് ഇരിക്കും. പിന്നെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിക്കാൻ നല്ല സ്ഥലമാണ്, വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു. അതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചെന്നാൽ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ കയറി. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ കഴിക്കുന്ന കുറേ സാധനങ്ങളും കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ ഗ്ലാസിൻ്റെ ടിന്നുകളൊക്കെ ഞാൻ കണ്ടു. നല്ല ഭംഗിയുണ്ട്. 3 യൂറോ, 5 യൂറോ. പിന്നെ കിച്ചണിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ കണ്ടു. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. എല്ലാം വാങ്ങിക്കണമെന്നുണ്ട്, പിന്നെ മേടിച്ചില്ല. പയ്യെ വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോഴാണ് ഞാനൊരു കപ്പ് കണ്ടത്. അതിൽ നിങ്ങൾ കണ്ടോ, ഒരു ഈച്ചയുടെ പടം. അത് കണ്ടാൽ നമുക്ക് കുടിക്കാൻ തോന്നുമോ? അതുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ചു. പിന്നെ ഞാൻ നല്ല രസമുള്ളൊരു വൈൻ കപ്പ് കണ്ടു. അത് നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ് വൈൻ ഗ്ലാസ് ആയിരുന്നു. ഇനി അവിടെ കുറേ ക്യാൻഡിൽസും കുറേ നല്ല ഭംഗിയുള്ള ക്ലോത്ത്സ്, ബെഡ്ഷീറ്റും ഒക്കെ കണ്ടു. പിള്ളേർക്ക് കഴിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ നാട്ടിലെ ലേസ് പോലത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതൊക്കെ കാപ്പിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. വേഫേഴ്സ് 1 യൂറോയ്ക്ക് ഒരു പാക്കറ്റ് വേഫേഴ്സ് കണ്ടത് ഞങ്ങൾ ചാടിയെടുത്തു. അതിനുശേഷം കുറേ ചോക്ലേറ്റിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ സൈഡായിരുന്നു. ഇതും കേക്ക് പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ അകത്ത് ക്രീമൊക്കെ ഫില്ല് ചെയ്ത്. പിന്നെ ഇത് ഫ്രൂട്ട് ജെല്ലി, നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ചുമ്മാ വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കേണ്ട രസമാണ്. പിന്നെ ആ കണ്ടത് സാൻഡ്വിച്ചാണ് കേട്ടോ, പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് മേടിച്ച് ജസ്റ്റ് ചൂടാക്കി വേണേൽ കഴിക്കാം. പിന്നെ അത് കണ്ടത് ലിപ്സ്റ്റിക്ക്. ആ ലിപ്സ്റ്റിക്കാണെങ്കിൽ കണ്ടതും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ആ കളറ് കമ്പനിയൊന്നും ഞാൻ നോക്കിയില്ല, ഞാൻ ചാടി മേടിച്ചു. പിന്നെ വലിയൊരു കവറ് മിൽക്കി ബാർ കണ്ടു. അതിന് 3 യൂറോ, നാട്ടിലെ ഏകദേശം ഒരു 240 രൂപയൊക്കെ വരും. മേടിച്ചില്ല, തിരിച്ചു വെച്ചു. പിന്നെ ഇത് മുഴുവൻ ക്രിസ്മസ് കാർഡുകളും ബർത്ത്ഡേ കാർഡ്, വെഡ്ഡിങ് കാർഡ്, അങ്ങനെ കുറേ ഒത്തിരി ഏജ് അനുസരിച്ചുള്ള കാർഡുകളൊക്കെ അവിടെ കണ്ടു. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ബില്ലടിക്കാനായിട്ട് എത്തിയപ്പം നമുക്ക് ടേക്ക് അവേ ഉണ്ട്. അപ്പം നമ്മൾ ആ സാധനങ്ങളുടെ ബാർകോഡ് അവിടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. കാർഡ് സ്വൈപ്പ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ അടുത്ത ഷോപ്പിംഗ് സെൻറ്ററിലും കയറി. അവിടെ ഇങ്ങനെ കുറേ വായി നോക്കി നടന്നിട്ട് എല്ലാം ഇങ്ങനെ കണ്ട് തിരിച്ച് പോന്നപ്പോൾ അവിടെ ഒരു ബൗള് കണ്ടു, 2 യൂറോ. അപ്പോൾ ആ ബൗളും മേടിച്ചു. പിന്നെ ഇത് കാപ്പിയൊക്കെ ചൂടോടെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോയി ഡ്യൂട്ടിക്ക് പോകുന്ന വഴി എടുക്കാൻ പറ്റിയൊരു കപ്പ്, അത് കണ്ടു. മേടിച്ചില്ല പക്ഷെ. പിന്നെ ഇത് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ആ ഷോപ്പിൽ. എല്ലാം കണ്ട് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അപ്പം ഞാൻ ഓർത്തു നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. നല്ലൊരു ക്രിസ്മസ് ട്രീ ആയിരുന്നു. പിന്നെ അവിടെ കുറേ ക്രിസ്മസ് റിലേറ്റ് ചെയ്തുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് പ്ലേറ്റുകളും കപ്പുകളും പിന്നെ എല്ലാ ക്ലോത്തിങ്സ്, അതായത് ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, എല്ലാം ക്രിസ്മസിൻ്റെ ആ ഒരു തീമിനോടനുസരിച്ചുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ ഈ കാണുന്ന ഫ്ലവേഴ്സും അങ്ങനെയുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ എല്ലാവരും ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ വാങ്ങിയിട്ട് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കും. നമ്മുടെ ഡോറിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ റിങ്ങായിട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ളൊരു രൂപമായിരുന്നു. കുറേ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെയൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വില കണ്ടാൽ നമ്മൾ ബോധം കെടും. പിന്നെ ഇതേ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടു. അതിൻ്റെ വീഡിയോ എടുത്തു. ഇത് കണ്ടോ, നല്ലൊരു മരം അല്ലേ, ലൈറ്റാണ് അതിൽ ഫുള്ള്. പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള
കൊച്ചു 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 രൂപങ്ങളൊക്കെ അവിടെ കണ്ടോ, നല്ല രസമില്ല കാണാൻ. ഇതൊക്കെ ഇങ്ങനെ ഈ കാണുന്ന സാധനമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ അവരിങ്ങനെ ഹാങ് ചെയ്ത് വെക്കും ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ. പിന്നെ കണ്ട 2 കുതിരച്ചേട്ടന്മാർ അവിടെ നിന്നുകൊണ്ട് ചാടി ചാടി പോകുന്നു. ഈ ആ മരവും ക്രിസ്മസ് ട്രീയും ഒന്നും കൂടെ ഞാനൊന്ന് എടുത്തു. അതിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ മെയിൻ സ്ഥലമാണ്. ഇവിടെ പോയാണ് ഞങ്ങൾ കുക്കിങ്ങിനൊക്കെ വേണ്ട സാധനങ്ങളും ഒക്കെ വാങ്ങിക്കുന്ന ഡൺ സ്റ്റോർ എന്ന് പറയും. അവിടെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പർച്ചേസിങ്ങിനകത്ത് കയറി. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അവിടെ കയറി കുറേ ഓറഞ്ചും ആപ്പിളും പിന്നെ ഇതേണ്ട പോമഗ്രനേറ്റ് അതും വാങ്ങി. പിന്നെ ഇതേ ഫ്ലവേഴ്സൊക്കെ ഇരിക്കുന്നത് കണ്ടു. ഫ്രഷ് ഫ്ലവേഴ്സാണ് അതൊക്കെ, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഇത് കണ്ടോ, ഇത് പാഷൻ ഫ്രൂട്ടാണ്. അത് 3 എണ്ണത്തിന് ഏകദേശം 90 സെൻറ്റ് അത്രേ ഉള്ളൂ. പിന്നെ ആ കണ്ടത് ചാടിപ്പോയി, ആ കണ്ടത് ബേബി കോണാണ്, അത് വാങ്ങിയില്ല. പിന്നെ ഇതൊക്കെ നട്ട്സിൻ്റെ സെക്ഷനാണ്, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ അവിടെ ഈ ഡേറ്റ്സ്, ഈന്തപ്പഴത്തിന് വളരെ വിലക്കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളത് 2 എണ്ണം വാങ്ങി. പിന്നെ ക്യാരറ്റ്, ഇത് ഐറിഷ് ക്യാരറ്റാണ്, നല്ല ഫ്രഷ് ക്യാരറ്റാണ്. പിന്നെ ഈ എഗ് പ്ലാന്റ്, ഇതൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ സാമ്പാറൊക്കെ വെക്കുന്നത്. പിന്നെ ഈ കണ്ടോ പല കളറിലുള്ള ക്യാപ്സിക്കം, നല്ല ഭംഗിയില്ലേ അത് കാണാൻ. അപ്പം വാങ്ങിയൊന്നുമില്ല, ഭംഗി കണ്ട് 3 കളറിലുള്ള ക്യാപ്സിക്കം കണ്ടങ്ങ് എടുത്തതേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇവിടുത്തെ മദ്യ ഷോപ്പ്, വിദേശ മദ്യശാല. അപ്പോൾ ഞങ്ങളതിൽ നിന്നൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് എല്ലാവരെയും ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഉണ്ട്, നമുക്ക് അവിടെ കയറിയിട്ട് വാങ്ങി പോരാം. പിന്നെ ഞാൻ നിങ്ങളെ വേറൊരു സാധനം കാണിച്ചു തരാം. ഐസ് ക്യൂബിൻ്റെ വില കണ്ടോ, 99 സെൻറ്റ്. അതിന് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണം. പിന്നെ ഈ കാണുന്നൊക്കെ ഐസ്ക്രീമുകളാണ്, പല വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീം. പിന്നെ ഇത് റൈസ് പുഡിംഗ് എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടിലെ ഏകദേശം അരിപ്പായസം പോത്തിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കുന്നൊരു സാധനം. പിന്നെ ഇത് 6 പാക്കറ്റ് ലേസ് പോലത്തെ ഒരു സാധനമാണ്, അതും വാങ്ങി. പിന്നെ പോപ്കോൺ മേടിച്ചില്ല, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. വെള്ളത്തിൻ്റെ വില കണ്ടോ, 1.45, €1.45. ഈ സാധനം നിങ്ങൾക്കറിയാവോ, ഗ്രീൻ ലെൻറ്റിൽസ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ കസ്കസ്, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യണം എന്താണെന്ന് കേട്ടോ. പിന്നെ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു. പിന്നെ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ അവിടെ കഴിക്കാൻ കയറി. കഴിക്കാൻ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു റാപ്പും ഒരു സ്പ്രൈറ്റും, അതുപോലെ തന്നെ ചിക്കനും പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈയും കൂടെ ഒക്കെ ഇട്ട ഒരു സാധനം. അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു കേട്ടോ. അവിടെ ഒന്ന് ഓർഡർ ചെയ്തു. ആ കാണിച്ച ആ മെഷീനിൽ അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയമാകുമ്പം ആ മെഷീൻ ഇങ്ങനെ ലൈറ്റ് മിന്നിക്കും. അപ്പം നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ഫുഡ് എടുത്തുകൊണ്ട് വരിക, നമുക്ക് കഴിക്കാം. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ടൈം കാണിക്കും ബോർഡിൽ. അപ്പോൾ ആ ടൈം അനുസരിച്ച് എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ബസ്സുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ വാട്ടർഫോർഡ് സിറ്റി. അപ്പോൾ ഈ കാണുന്ന ബോർഡിലാണ് ടൈമിംഗ് കാണിക്കുന്നത്. ഈ W2, W4, W5 എന്നൊക്കെ കാണിക്കുന്ന ബസ്സിൻ്റെ നമ്പേഴ്സാണ്. പിന്നെ ആ കാണിച്ചതാണ് ടൈമിംഗ്. താങ്ക് യു.